വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? മകേഷ്. സക്കീർ. മുഹുസൽ. എത്ര മണിക്ക് മുതൽ ആൾക്കാരൊക്കെ ഇവിടെ വന്നു തുടങ്ങും? രാവിലെ 7 മണി മുതൽ. 7 മണി മുതൽ ആക്റ്റീവ്. ബലിത്തർപ്പണ ബീച്ചാണ് നമ്മൾ ഡ്യൂട്ടി. നിങ്ങൾ മിക്കവാറും ആ സൈഡ് ആയിരിക്കും ഉണ്ടാവും. ആ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. ഇപ്പം എങ്ങനെയാ തിര കുറവാണെന്ന് തോന്നുന്നു? ഇപ്പൊ സീസണാണ്. നവംബർ ടു മാർച്ച് ഏപ്രിൽ വരെ തിര വളരെ ശാന്തമാണ്. ഇപ്പോഴേ കുഴപ്പമില്ല, തിരക്കുണ്ട്, പക്ഷെ നല്ല തിരക്കുണ്ട്. വൈകുന്നേരമാണോ രാവിലെയാണോ കൂടുതൽ തിരക്ക്? ഇപ്പം കണ്ടിന്യൂസ് തിരക്കുണ്ട്. പകലും വരുന്നുണ്ട്. നവംബർ ടു മാർച്ച് വരെ സീസണാണ്. നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ മറ്റുള്ള ബീച്ച് പോലല്ലോ, ബലിയർപ്പണം ഉള്ളതുകൊണ്ട് രാവിലെ ഏകദേശം 4-5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ തീർത്ഥാടകർ. ടൂറിസത്തിന്റെ കോൺട്രാക്ട് ആണ് അല്ലേ? ടൂറിസത്തിന്റെ ഡെയിലി വേജസ് ആയിട്ട് ടൂറിസത്തിന്റെ സ്റ്റാഫുകളായിട്ട്. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് ബീച്ച് ഒക്കെ വരുമ്പോൾ ഇനിയിപ്പോ നല്ല തിരക്കാണ് സാർ. വാട്ടർ സ്പോർട്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് പണിയായി. നമ്മളിവിടെ നിൽക്കുന്ന സാറിനോട് ആ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. 2027 മുതൽ ഏകദേശം 12-13 കാലയളവ് വരെ നമ്മൾ ഒരു ഷിഫ്റ്റിൽ ഒരു സൂപ്പർവൈസറും ഏകദേശം 12 ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു സാർ. പല ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 12-14 ലൈഫ് ഗാർഡുകളെ പിരിച്ചുവിട്ട ആൾക്കാരുണ്ട്, കളഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട്, മറ്റു സ്ഥലം മാറി പോയ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഷിഫ്റ്റിൽ ഒരു സൂപ്പർവൈസറും 5 ലൈഫ് ഗാർഡുള്ളൂ സാർ. അപ്പൊ പണി വർദ്ധിച്ചു വരുന്ന സമയങ്ങളിൽ ലൈഫ് ഗാർഡ്സിന്റെ എണ്ണം കൂട്ടണം സാർ. ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ ഇന്നലെയും കൊടുത്തായിരുന്നു. ചുരുങ്ങിയ പക്ഷം സീസണിലെങ്കിലും കൂടുതൽ ലൈഫ് ഗാർഡ്സ് സീസണിൽ വേണം സാർ. നമ്മൾ നവകേരളത്തിൽ നമ്മൾ ഇന്നലെ ഒരെണ്ണം കൊടുത്തായിരുന്നു. അപ്പൊ മിനിസ്റ്ററുടെ മുന്നിൽ വർക്കലയിലെ ലൈഫ് ഗാർഡ്സിന് വെക്കാനുള്ള ഒരു ആവശ്യം സീസണിലെങ്കിലും കൂടുതൽ ലൈഫ് ഗാർഡ് വേണം. അതിനുപരി നമുക്കിവിടെ കുളിച്ചു കയറുന്നവർക്ക് ഒന്ന് ഡ്രസ് ടോയ്ലറ്റ് നമ്മൾ പറഞ്ഞു. നേരത്തെ സാധാരണക്കാരായ ഒരാൾ വന്ന് പറഞ്ഞു ഇവിടെ ഒക്കെ നല്ലതാണ്, പക്ഷേ ഒരു ടൂറിസം ഫെസിലിറ്റി, അതിന് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, വസ്ത്രം മാറാനുള്ള സൗകര്യം പോലും ബീച്ചിലില്ല എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കാര്യം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ന്യായമായ ഒരു തുക വെച്ചാൽ പോലും അത് ലാഭത്തിലേ ഉള്ളൂ. അതെ സാർ, പ്രൈവറ്റ് ആയിട്ട് കൊടുത്താൽ സാറേ. അത് 6ഓളം ബീച്ചുകൾ ഇപ്പൊ ലൈഫ് ഗാർഡിൽ ഇതുവരെ നിയമിച്ചില്ല. കേരളത്തിന് വർക്കലയുടെ പല ഭാഗങ്ങളും പുതിയ പുതിയ ബീച്ചുകൾ ഈ ഫോറിനേഴ്സ് വരുന്ന അവരാണ് പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത്. അവിടെ നിന്ന് ബീച്ചുകൾ ഓൾറെഡി ലൈഫ് ഗാർഡ് ഇല്ല. സർക്കാർ അത് പരിഗണിക്കും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ നവകേരള സദസ്സിന്റെ യാത്ര കഴിയുമ്പോഴേക്കും പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതം പാടാണ്, കഷ്ടപ്പാടാണ്. എത്ര രൂപ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടും? ഒരു ദിവസം 730, 100 രൂപ റിസ്ക് അലോൺസ്. അത് 15 ദിവസം റിസ്ക് അലോൺസ് വെട്ടി കുറയ്ക്കുന്നു. ഒരു ഡേ കുറച്ചൊരു നമുക്ക് കുറച്ച് ഇപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് 15 ദിവസം നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന ദിവസം മാത്രമേ നമുക്ക് റിസ്ക് അലവൻസ് തരുന്നുള്ളൂ. മുമ്പ് നമുക്ക് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് 30 ദിവസം നമുക്ക് തരുമായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സർവീസ് തുടങ്ങിയ സമയത്ത് ഫുഡ് അലവൻസ് ഉണ്ടായിരുന്നു സാർ. അതായത് 25 തുടങ്ങി ലാസ്റ്റ് 2 വർഷം മുമ്പേ നമുക്ക് 200 രൂപ ഡെയിലി ഫുഡ് അലവൻസ് ഉണ്ടായിരുന്നു സാർ. 2 വർഷം മുമ്പായിട്ട് നമ്മുടെ ഫുഡ് അലവൻസ് 200 രൂപ വെട്ടി കുറച്ചു. ഇപ്പൊ നിലവിൽ കിട്ടുന്നില്ല. കാര്യം ഇവർ ഈ ലൈഫ് ഗാർഡ്സിനെ ആശ്രയിച്ചാണ് ഇവിടുത്തെ വിനോദസഞ്ചാരികളുടെ ആത്മവിശ്വാസം ഉള്ളത്. അപ്പൊ അത് തകരാനിടയാവും. യാതൊരു ആനുകൂല്യമില്ല സാർ. ESL BFL ഒന്നുമില്ല. ഒരു ദിവസം ജോലിക്ക് വന്നാൽ പൈസ കിട്ടുന്നുണ്ട് സാർ. ജോലിക്ക് വന്നില്ലെങ്കിൽ പൈസ. സർക്കാരിന്റെ മുന്നിൽ ഇവിടുത്തെ ലൈഫ് ഗാർഡ്സ് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. സർക്കാർ അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ പറ്റുന്നുണ്ട്. കാരണം ഇടയ്ക്ക് കുഴി ചാലും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഓടിപ്പോകുന്ന സമയത്തിന് ചിലപ്പോൾ കാലം തെന്നി കഴിഞ്ഞാൽ നട്ടലിന് കംപ്ലൈന്റ് അങ്ങനെ ഉണ്ടാവും. അതിന് പോലും നമ്മൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപയോഗമില്ല. കാരണം ബുദ്ധിമുട്ട് കാരണം പലരും ഇത് കളഞ്ഞോട്ട് പോയി സർവീസ്. ആണല്ലേ? കളഞ്ഞിട്ട് പോയി ജോലിക്ക് വന്നില്ലേ പൈസ ഇല്ല സാർ. അതിനൊപ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇവിടെ വന്ന ടൂറിസ്റ്റുകളാണ്, അതായത് അവരുടെ ജീവൻ രക്ഷ വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ആധുനിക രക്ഷാ ഉപകരണങ്ങൾ സാർ അനേകം വാർത്തകളും മീഡിയയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് സാർ. ഞാൻ ഇതിന്റെ സൂപ്പർവൈസറാണ് സാർ. ഒരുപാട് കൊടുത്തിട്ടുണ്ട് സാർ. ഇന്നലെയും കൊടുത്തായിരുന്നു. ഞങ്ങൾക്ക് ആധുനിക കാലഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനമുള്ള ജെസ്കി, സ്പീഡ് ബോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ തരണം. ഇപ്പൊ നമുക്ക് നിലവിലുള്ള റെസ്ക്യൂ ട്യൂബ്, ലൈഫ് ബോയ് 2 സാധനങ്ങൾ സാർ. നമുക്ക് ഈ തിരയടി കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡപ്പായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതും കൊണ്ട് പോകുന്ന സമയത്തിന് ഞങ്ങളുടെ മുമ്പ് അനേകം ജീവിതം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയെങ്കിലും ഒരു ജീവിതം, ഒരു മരണം ഒരു സമയത്ത് ഷിഫ്റ്റിൽ എത്ര പേരുണ്ടാവും നിങ്ങൾ? ലൈഫ് 5 പേര്. ഏകദേശം എത്ര ദൂരമുണ്ട്? ബീച്ച് മുതൽ ഇവിടം വരെ ഏകദേശം 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ 5 വരെ ഉള്ളൂ സാർ. 3 കിലോമീറ്റർ തീരം 3 കിലോമീറ്റർ ഉള്ള ബീച്ചിൽ ആകെ 5 ലൈഫ് ഗാർഡ്സ് ഉള്ളൂ എന്ന് പറയുന്നത് തീർച്ചയായും അപര്യാപ്തമാണ്. 12 പേരാണ് 5 ചുരുങ്ങിയിരിക്കുന്നത്. ആളുകളുടെ എണ്ണം സീസണൽ ടൈമിംഗിൽ കൂട്ടണം എന്നതാണ് ആവശ്യം. എന്തായാലും അത് നമുക്ക് സർക്കാർ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു, കണ്ടതിൽ സന്തോഷം. ഓക്കെ, വർക്കലയൊക്കെ മനോഹരമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും വരിക, നിങ്ങൾ വർക്കല കാണുക, വർക്കല ആസ്വദിക്കുക കൂടി ചെയ്യുക.